നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. മനസ്സിൻ്റെ പക്വതയാണ് ശരിയായ ആത്മീയത. ജീവിതത്തിൽ സ്വത്തും സമ്പാദ്യവും വാഹനങ്ങളും മറ്റ് സുഖ സൗകര്യങ്ങളും എല്ലാം ആവശ്യമാണ്. പക്ഷേ അവ നേടുന്നതിൽ മാത്രം മുഴുകിയിരിക്കലല്ല മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം. തന്നെപ്പോലെ മറ്റുള്ളവരെയും കാണുവാനുള്ള മനപക്വത വളർത്തിയെടുക്കുന്നതാണ് ശരിയായ ജീവിത വിജയം. അതിനു കഴിയാത്ത വിജയം ഒരു തരത്തിൽ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും പരാജയമാണ്. കഴിവുകൾ വളർത്തിയെടുത്തതുകൊണ്ട് മാത്രം നമുക്ക് വിജയം നേടാൻ സാധിക്കുകയില്ല. ഏതു സാഹചര്യത്തിലും മനസ്സിനെ ശാന്തമാക്കി നിലനിർത്തുവാൻ കഴിയണം. ഇല്ലെങ്കിൽ ഉള്ള കഴിവുകൾ പോലും പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനാകില്ല. ജീവിത വിജയം എങ്ങനെ നേടാമെന്ന പുസ്തകം എഴുതി പ്രശസ്തിയും പണവും സമ്പാദിച്ച ഒരു എഴുത്തുകാരൻ ഒടുവിൽ ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്തയുണ്ടായിരുന്നു. എഴുതിയത് കൊണ്ടോ വായിച്ചത് കൊണ്ടോ ജീവിത വിജയം ഉണ്ടാകണമെന്നില്ല. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒന്നും നേടിയിട്ട് കാര്യവുമില്ല. ഇനി ഗുരുവചനം കേൾക്കാം. 1000 തിരികൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നത് കൊണ്ട് ഒരു മെഴുകുതിരിയുടെ ആയുസ് കുറയുന്നില്ല. പങ്കുവയ്ക്കപ്പെടുന്ന സന്തോഷവും അതുപോലെയാണ്. ശ്രീബുദ്ധൻ. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവ അപരാധ ക്ഷമാപണ സ്തോത്രം ചൊല്ലുന്നത് കേൾക്കാം. ആദൗ കർമ്മ പ്രസംഗാത് കലയതി കലുഷം മാതൃകുക്ഷൗ സ്ഥിതം മാം വിൺമൂത്രാമേധ്യമധ്യേ ക്വധയതി നിതരാം ജാഢരോ ജാതവേദാഃ യദ്യദ്വൈ തത്ര ദുഃഖം വ്യഥയതി നിതരാം ശക്യത്തെ കേന വക്തും ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോഃ ശ്രീമഹാദേവ ശംഭോ. ആദൗ കർമ്മ പ്രസംഗാത് കലയതി കലുഷം മാതൃകുക്ഷൗ സ്ഥിതം മാം വിൺമൂത്രാമേധ്യമധ്യേ ക്വധയതി നിതരാം ജാഢരോ ജാതവേദാഃ യദ്യദ്വൈ തത്ര ദുഃഖം വ്യഥയതി നിതരാം ശക്യത്തെ കേന വക്തും ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോഃ ശ്രീമഹാദേവ ശംഭോ. സന്ധ്യാദീപം.
അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതമാണ്. മലമൂത്ര മാലിന്യങ്ങൾക്കിടയിൽ ജഡരാഗ്നിയേറ്റ് നിരവധി ക്ലേശങ്ങൾ സഹിച്ചാണ് നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ പിറവിയെടുത്ത് വളരുന്നത്. തുടർന്ന് അത്യന്തം ക്ലേശങ്ങൾ അനുഭവിച്ച് പുറത്തേക്ക് വരുന്നു. ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും അനവധി ക്ലേശങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കാനുള്ള കാരണത്തെക്കുറിച്ച് ശിവ അപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ 1-ാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് തുടർന്ന് കേൾക്കാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ശങ്കര സ്തോത്രകൃതികളിൽ ശിവാപരാധ ക്ഷമാപണ സ്തോത്രമാണ് നമ്മൾ ശ്രദ്ധിക്കാൻ ആരംഭിച്ചത്. 1-ാമത്തെ ശ്ലോകത്തിൽ താൻ അമ്മയുടെ ഗർഭത്തിലായപ്പോൾ സംഭവിച്ച അല്ലെങ്കിൽ വന്നു ചേർന്ന അനുഭവങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് ക്ഷമായാചന ചെയ്യുകയാണ്. നോക്കൂ, ആദൗ കർമ്മപ്രസംഗാത് കലയതി കലുഷം മാതൃകുക്ഷൗ സ്ഥിതം മാം വിൺമൂത്രാമേധ്യമധ്യേ ക്വഥയതി നിതരാം ജാഠരോ ജാതവേദാഃ. യദ്യദ്വൈ തത്ര ദുഃഖം വ്യഥയതി നിതരാം ശക്യത്തെ കേന വക്തും ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീമഹാദേവ ശംഭോ. ആദൗ, ആദിയിൽ. ആദിയിൽ എന്ന് പറയുമ്പോൾ തൻ്റെ ഈയൊരു ജീവിതത്തിലെ ജന്മത്തിന് മുമ്പ് തന്നെ, അഥവാ അമ്മയിൽ നിന്ന് പുറത്തേക്ക് ഈ ഭൂമിയിൽ വന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ ആദൗ. അഥവാ ഇനി തുടർന്ന് നിരൂപണം ചെയ്യപ്പെടുന്ന ശൈശവ ബാല്യ കൗമാരാദി അവസ്ഥകളിലെ അനുഭവങ്ങളെ നിരൂപിക്കുമ്പോൾ ആദിയിൽ എന്നും പറയാം. ആദൗ കർമ്മപ്രസംഗാത്, കർമ്മപ്രസംഗം കൊണ്ട്, കർമ്മം പ്രകർഷേണ സംഗതമാകുന്നത് കൊണ്ട്, വന്നു ചേരുന്നത് കൊണ്ട്, പ്രസംഗ വളരെയധികമായി, പ്രകർഷേണ എന്ന് പറഞ്ഞാൽ അധികതരമായി. അപ്പം അധികതരമായിട്ട് കർമ്മങ്ങൾ വന്നു ചേരുന്നത് കൊണ്ട് ആദൗ കർമ്മപ്രസംഗാത് കലുഷം മാം, കലുഷനായ എന്നെ, കലങ്ങി മറിഞ്ഞ അവസ്ഥയിലുള്ള എന്നെ, എങ്ങനെയുള്ള എന്നെ? മാതൃകുക്ഷിയിൽ, മാതാവിൻ്റെ അമ്മയുടെ കുക്ഷിയിൽ, വയറിൽ, ഗർഭപാത്രത്തിൽ സ്ഥിതം മാം, സ്ഥിതി ചെയ്യുന്നവനായ എന്നെ, നിലകൊള്ളുന്ന എന്നെ. എവിടെ? വിൺമൂത്രാമേധ്യമധ്യേ, വിൺമൂത്രാമേധ്യമധ്യേ, മാലിന്യങ്ങൾ, മൂത്രം, മലം തുടങ്ങിയവയുടെ മധ്യത്തിൽ നിതരാം ക്വഥയതി, നല്ലപോലെ ക്ലേശിപ്പിക്കുന്നു, നല്ലപോലെ ക്ലേശിപ്പിക്കുന്നു. നിതരാം, പൂർണ്ണമായും, നല്ല പോലെ. ആര്? ജാഠരഃ ജാതവേദാഃ. ജാതവേദാഃ അഗ്നി. ഏതഗ്നി? ജാഠരഃ, ജഠരത്തിലുള്ള അഗ്നി. അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് അമ്മയുടെ വയറിൽ, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിലകൊള്ളുന്നവനായ എന്നെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നു, അല്ലെങ്കിൽ ദുഃഖിപ്പിച്ചു അഗ്നി, അമ്മയുടെ ഔദര്യാഗ്നി, ജാഠരാഗ്നി. എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചപ്പോഴാണ് കർമ്മപ്രസംഗാത് എന്ന്
അവിടെ നിഗമനത്തിലെത്തുന്നത്. ഏതൊരു തത്വചിന്ത, ഏതൊരു ശാസ്ത്രം, വൈജ്ഞാനിക ശാഖ നിലനിൽക്കണമെങ്കിലും നമ്മൾ അടിസ്ഥാനമായി കാര്യകാരണവാദത്തെ അംഗീകരിച്ചിരിക്കണം. കാര്യകാരണ ബന്ധത്തെ അംഗീകരിക്കുന്നില്ലെങ്കിൽ ലോകത്തിൽ ഒരു ശാസ്ത്രവും ഉണ്ടാവില്ല. അതിനെ ഫിസിക്കൽ സയൻസ് എന്നോ അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ സയൻസ് എന്നൊന്നും വേർതിരിക്കേണ്ട ആവശ്യമില്ല. ഒരു ശാസ്ത്രശാഖയും നിലനിൽക്കില്ല, ഒരു തത്വചിന്താ പദ്ധതിയും നിലനിൽക്കില്ല കാര്യകാരണ ബന്ധത്തെ നമ്മൾ നിരാകരിച്ചാൽ. ഏതൊരു കാര്യത്തിനും കാരണമുണ്ട്, ഉണ്ടായിരിക്കണം. ഈ കാര്യകാരണ ബന്ധത്തിൽ നിന്നാണ് ആ കാര്യകാരണ ബന്ധത്തെ അനാവരണം ചെയ്യാനുള്ള അന്വേഷണങ്ങൾ, ഗവേഷണങ്ങൾ, പഠനങ്ങളെല്ലാം വരുന്നത്. ആകസ്മികമായി സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ചത്തിലൊരു വ്യവസ്ഥയില്ല എന്ന് വരും. ഈ പ്രപഞ്ചം വ്യവസ്ഥാരഹിതമാണെന്ന് വരും. വ്യവസ്ഥാരഹിതം ഒരിക്കലും അല്ല പ്രപഞ്ചം. എല്ലാത്തിനും വ്യവസ്ഥയുണ്ട്, എല്ലാത്തിനും. വ്യദധാത് ശാശ്വതീഭ്യ സമാഭ്യ എന്ന് ഉപനിഷത്ത് പറയും. സകലത്തെയും വിശേഷേണ ധരിച്ചു വച്ചിരിക്കുന്നു. അണുകണം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടം വരെ സകലത്തെയും ഒരു വ്യവസ്ഥ ചേർത്ത് കോർത്ത് ധരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ കാര്യകാരണ ബന്ധത്തെ അംഗീകരിച്ചേ മതിയാവും. ആകസ്മികം എന്നൊന്നില്ല. ആകസ്മികമെന്ന് നമ്മൾ പറയുന്നത് കാര്യകാരണ ബന്ധത്തെ അറിയാത്ത നമ്മുടെ ഭാവം കൊണ്ടാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ മാതൃകുക്ഷിയിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ അനേകവിധ ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ട് താൻ കിടന്നു. അത് കഴിഞ്ഞ് അത്യന്തമായ ക്ലേശത്തെ അനുഭവിച്ച് പുറത്തേക്ക് വന്നു. ശൈശവാവസ്ഥയിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും എന്ന് വേണ്ട എല്ലാ അവസ്ഥകളിലും നിരവധിയായ ദുഃഖങ്ങൾ തന്നെ പിന്തുടർന്നു. പല പ്രകാരം താൻ ക്ലേശിച്ചു. അപ്പോൾ ഈ അനുഭവങ്ങൾക്കൊക്കെ ഒരു കാരണമുണ്ടായിരിക്കണം. കാരണമില്ലാതെ കാര്യം ഉണ്ടാവില്ല. ഈ ഒരു ചിന്തയാണ് ആദൗ കർമ്മപ്രസംഗാത് എന്നുള്ളതിലേക്ക് എത്തിക്കുന്നത്. കാരണം നമ്മൾ ആരും അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് വന്ന് വീഴുന്നത് ഒരു ഒഴിഞ്ഞ കടലാസോടുകൂടിയല്ല, മറിച്ച് ജന്മജന്മാന്തരങ്ങളിലെ കർമ്മങ്ങളിലൂടെ സമ്പാദിച്ച രേഖപ്പെടുത്തിയിട്ടുള്ള സംസ്കാരങ്ങളോട് കൂടിയിട്ടാണ്. ആ കർമ്മ സംസ്കാരങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ അഭിവ്യക്തി വികാസം സംഭവിക്കുന്നത്. അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ആദൗ കർമ്മപ്രസംഗാത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കർമ്മപ്രസംഗം കൊണ്ട് അമ്മയുടെ വയറിൽ പലവിധ ക്ലേശങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു എന്ന് ഓരോന്നിനെ ഓർമ്മിച്ച് പറയുകയാണ്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഇനി ദീപാരാധനയ്ക്കായി ക്ഷേത്ര സന്നിധിയിലേക്ക് പോകാം. അതോടൊപ്പം ക്ഷേത്രവിശേഷങ്ങളും മനസ്സിലാക്കി മംഗളാരതി തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഇത് തേവലക്കര ദേവീക്ഷേത്രം. ശാന്തസ്വരൂപിണിയും ഇഷ്ടവരപ്രദായിനിയുമായി കുടികൊള്ളുന്ന അമ്മ ഒരു നാടിന്റെ സർവ്വവിധ ഐശ്വര്യങ്ങൾക്കും കാരണഭൂതയാകുന്നു. കൊല്ലം ജില്ലയിൽ തേവലക്കര പഞ്ചായത്തിലാണ് തേവലക്കര ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം തിരുവനന്തപുരം റൂട്ടിൽ ചവറ ടൈറ്റാനിയം കവലയിൽ നിന്നും 6 കിലോമീറ്റർ കിഴക്കുമാറിയാണ് തേവലക്കര ദേവീക്ഷേത്രം കുടികൊള്ളുന്നത്. ചതുർബാഹുവായ ശ്രീ ദുർഗാ ഭഗവതിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് തേവലക്കര ദേവീക്ഷേത്രം എന്ന് വിശ്വസിച്ചു വരുന്നു.
ദേവലോകക്കര എന്ന പേര് ലോപിച്ചാണ് തേവലക്കരയായതെന്ന് ഭക്തജനങ്ങൾ വിശ്വസിച്ചു വരുന്നുണ്ട്. പ്രാചീന കാലത്ത് ഇവിടെ ദേവന്മാർ വസിച്ചിരുന്നെന്നും അവരെ പരിചരിക്കാനായി ദേവലന്മാർ എന്ന പേരിൽ ഒരു സംഘത്തെ നിയോഗിച്ചിരുന്നെന്നും വിശ്വസിച്ചു വരുന്നുണ്ട്. തേവലക്കര എന്ന പ്രദേശത്തിന്റെ ഐശ്വര്യനിദാനമായാണ് ഭക്തജനങ്ങൾ ദേവീ ചൈതന്യത്തെ ആരാധിച്ചു വരുന്നത്. പഴയ കാലത്ത് വളരെയധികം സമ്പത്തും കീർത്തിയും ഉണ്ടായിരുന്ന ക്ഷേത്രമായിരുന്നത്രേ തേവലക്കര ദേവീക്ഷേത്രം. 600ഓളം വർഷത്തെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് കണക്കാക്കി വരുന്നു. തേവലക്കരയിലെ കിഴക്കേക്കര, നടുവിലക്കര, പടിഞ്ഞാറ്റക്കര എന്നീ 3 കരകളുടെ ശക്തി ദേവതയായും തേവലക്കര ദേവി വാണരുളുന്നു. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ തേവലക്കര ദേവീക്ഷേത്രം ഒരു കാലത്ത് സർവ്വവിധ ഐശ്വര്യ സമ്പന്നതയോടും കൂടി വാണരുളിയിരുന്നു എന്ന് പഴമക്കാർ പറഞ്ഞു വരുന്നു. ഈ ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും കീർത്തി മറുനാട്ടിലെങ്ങും വ്യാപരിച്ചിരുന്നു. അതിന്റെ ഫലമായാവാം 15ാം നൂറ്റാണ്ടിൽ തേവലക്കര ദേവീക്ഷേത്രം പോർത്തുഗീസ് ആക്രമണത്തിന് ഇരയായത്. തേവലക്കര ദേവീക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് ഓർമ്മിക്കപ്പെടുന്ന പ്രധാന സംഭവം പോർത്തുഗീസുകാരുടെ ആക്രമണമാണ്. AD 1542 മുതൽ 1547 വരെ പോർത്തുഗീസ് ഗവർണറായിരുന്നു മാർട്ടിൻ അൽഫോൺസ ഡിസൂസ. മാർട്ടിൻ അൽഫോൺസ ഡിസൂസയുടെ നേതൃത്വത്തിലുള്ള പോർത്തുഗീസ് സൈന്യം 1543 തേവലക്കര ക്ഷേത്രം കൊള്ള ചെയ്യാനെത്തി. ഡിസൂസ കാഞ്ചീപുരം ക്ഷേത്രം കൊള്ള ചെയ്യാനായി പുറപ്പെട്ടുവെങ്കിലും കന്യാകുമാരി മുനമ്പ് കഴിഞ്ഞപ്പോൾ വിജയനഗര സൈന്യം ഓടിച്ചതിനാൽ തിരിച്ചു വരുന്ന വഴി തേവലക്കര ക്ഷേത്രം കൊള്ള ചെയ്യുകയായിരുന്നു എന്നുമാണ് അനുമാനം. തേവലക്കര ക്ഷേത്രത്തിൽ സൂക്ഷിച്ച 2 വീപ്പകൾ നിറയെ സ്വർണം ഡിസൂസ കൊള്ള ചെയ്തതായാണ് ചരിത്രകാരനായ ഫെറിയ വൈസൂസ നൽകുന്ന വിവരണം. തേവലക്കര ദേവീക്ഷേത്രം ആക്രമിച്ചതിനു ശേഷം പോർത്തുഗീസുകാർ പ്രായശ്ചിത്തമെന്നോണം ഒരു അപൂർവ ബലിക്കല്ല് ക്ഷേത്രത്തിൽ സമർപ്പിച്ചുവെന്ന് പറയുന്നു. അപൂർവ ലിപികളും ചിത്രപ്പണികളുമുള്ള ഈ ബലിക്കല്ലിൽ കൊത്തിവച്ചിരിക്കുന്ന ഭാഷ ഇന്നും ദുരൂഹമാണ്. പോർത്തുഗീസ് ആക്രമണത്തിനു ശേഷം തേവലക്കര ദേവീക്ഷേത്രത്തിന്റെ സാമ്പത്തിക സ്ഥിതി അധപതിച്ചു. 1000 പറ നിലത്തിന്റെയും സ്വർണ്ണ ഭണ്ഡാരത്തിന്റെയും അധിപയായിരുന്നു തേവലക്കര ഭഗവതി. ആറടി താഴ്ചയിൽ നിന്നും കരിങ്കല്ലിൽ കെട്ടിപ്പണിത പ്രദക്ഷിണ വഴി തേവലക്കര ദേവീക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ്. ഒറ്റക്കല്ലിൽ നിർമ്മിച്ച മുഗോപുരങ്ങളും ചുറ്റുമതിലിന്റെ നിർമ്മാണ ശൈലിയും അനന്യമാണെന്ന് പറയുന്നു. പോർത്തുഗീസ് ആക്രമണത്തിനു ശേഷം ക്ഷേത്രത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഏറെക്കാലത്തിനു ശേഷം ക്ഷേത്ര പുനരുദ്ധാരണം നടത്തിയത് കായംകുളം രാജാവായിരുന്നു. ക്ഷേത്ര പുനരുദ്ധാരണത്തിനു ശേഷം ക്ഷേത്രകാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് ഇല്ലക്കാരായ നായർ പ്രധാനികളായിരുന്നു. തേവലക്കര ഭഗവതിയുടെ പ്രധാന വഴിപാടായി വിതരണം ചെയ്യുന്നത് പൊടിച്ചക്കയും കഞ്ഞിയുമായിരുന്നു. ഒരിക്കൽ തേവലക്കര ഭഗവതിയുടെ സഹോദരിയായ ചിറ്റുമല ഭഗവതി വിശപ്പു മാറ്റാൻ എന്തുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ പൊടിച്ചക്കയും കഞ്ഞിയും മാത്രമേയുള്ളൂ എന്നായിരുന്നത്രേ തേവലക്കര ഭഗവതിയുടെ മറുപടി. ഈ സങ്കല്പത്തിന്റെ വിശ്വാസത്തിലാണ് പൊടിച്ചക്കയും മറ്റു വഴിപാടുകളും ഉത്സവകാലത്ത് വിതരണം ചെയ്യുന്നത്. ചതുർബാഹുവായ ദുർഗാദേവിയുടെ വിഗ്രഹം പീഠമടക്കം 5 അടിയോളം പൊക്കമുള്ളതാണ്. സോപാനത്തിന്റെ പടിയിൽ ചെല്ലാതെ വിഗ്രഹം കാണാൻ കഴിയില്ല.
തേവലക്കര ക്ഷേത്രത്തിൽ ഉപദേവതമാരെ ദർശിച്ചതിന് ശേഷമാണ് പ്രധാന ദേവതയെ ദർശിക്കുക. ഇരട്ടി പായസവും തേങ്ങാപ്പാൽ ചേർത്തുണ്ടാക്കുന്ന പായസവും ഇവിടുത്തെ പ്രധാന നിവേദ്യങ്ങളാണ്. തേവലക്കര ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും സ്വയംവരാർച്ചന നടത്തുകയും ചെയ്താൽ മംഗല്യഭാഗ്യവും ദീർഘമാംഗല്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം. ദ്വാരപാലകന്മാർക്കു പകരം തേവലക്കര ദേവീക്ഷേത്രത്തിൽ ദ്വാരപാലികമാരാണ്. തേവലക്കര ദേവിയുടെ ശക്തി കുറയ്ക്കാൻ ദേവിയുടെ മൂക്ക് തരണനല്ലൂർ ചെത്തി എന്നൊരു പഴമയും ഇവിടെ പറഞ്ഞു കേൾക്കുന്നു. തിരുവിതാംകൂർ രാജവംശത്തിന്റെ പ്രധാന തന്ത്രിയായിരുന്ന തരണനെല്ലൂർ ക്ഷേത്രത്തിൽ നിന്നും പകുതി ശക്തി ആവാഹിച്ചു കൊണ്ടുപോയി എന്നും പറയപ്പെടുന്നു. ശിവൻ, ഗണപതി, മായയക്ഷി, ശാസ്താവ്, മാടൻ, രക്ഷസ് എന്നിവയാണ് ഉപദേവതമാർ. ഇതിൽ ശിവനും ഗണപതിയും മായയക്ഷിയും കന്നിമൂലയിലെ ഒരേ ശ്രീകോവിലിലാണ് കുടികൊള്ളുന്നത്. പുരാതന ക്ഷേത്ര സംഗീതവും ശാന്തസ്വരൂപിണിയായ ദേവിയുടെ ശക്തി ചൈതന്യവും തേവലക്കരയെ ദേവലോകക്കരയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്.